കേട്ടറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ കേട്ടറ്റ് പാസ്സായിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ഇനി ആരെങ്കിലും കേട്ടറ്റ് എഴുതാനിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഓൾ ദി ബെസ്റ്റ്. ഇതൊരു എലിജിബിലിറ്റി എക്സാം ആണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇതിന് നെഗറ്റീവ് ഇല്ല. നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ഇതിന് പാസ്സാകാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾ ശ്രമിക്കുക. അപ്പൊ എന്തൊക്കെയാണ് കേട്ടിട്ട് വെരിഫിക്കേഷന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് വേഗം മനസ്സിലാക്കാം. ആദ്യം നിങ്ങൾ വെരിഫിക്കേഷനുള്ള തീയതി മനസ്സിലാക്കണം. വെരിഫിക്കേഷനുള്ള തീയതിയാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഒന്നുകിൽ ഡിഇഒയുടെ സൈറ്റിൽ ഉണ്ടാകും, അല്ല എന്നുണ്ടെങ്കിൽ പത്രത്തിൽ അത് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. പത്രത്തിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്നാണ് വെരിഫിക്കേഷനുള്ള തീയതി എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരാളാണ്, നിങ്ങൾ കൊല്ലത്ത് എവിടെയെങ്കിലും ഒക്കെ വന്നിട്ടാണ് ഏതെങ്കിലും സ്കൂളിലാണ് എക്സാം എഴുതിയിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഏത് എക്സാം സെന്ററിലാണോ ഏത് സ്കൂളിലാണോ നിങ്ങൾ എക്സാം എഴുതിയത് അത് ഏത് ഡിഇഒയുടെ കീഴിലാണ് എങ്കിൽ അവിടെയായിരിക്കും നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വെരിഫിക്കേഷന്റെ സമയത്ത് നിങ്ങൾ സ്ഥലത്തില്ല എങ്കിൽ നിങ്ങൾ എന്നാണോ നാട്ടിൽ വരുന്നത് അന്നേ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ നടത്താൻ പറ്റുകയുള്ളൂ. നിങ്ങൾ തന്നെ നേരിട്ട് പോകണം വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. വേറൊരാളുടെ അടുത്ത് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുത്തയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ നടത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല ഇതിന് കൃത്യമായിട്ട് ഒരു ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്യണമെന്നില്ല. പക്ഷെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമ്പോൾ വെരിഫിക്കേഷൻ എന്നാണോ വരുന്നത് അന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇതിന് ഹാജരാക്കേണ്ട അസൽ രേഖകൾ അല്ലെങ്കിൽ ഒറിജിനൽ രേഖകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ആണ്. ഹാൾ ടിക്കറ്റ് നിങ്ങൾ എക്സാം എഴുതിയ സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള ഹാൾ ടിക്കറ്റ് അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ ഹാൾ ടിക്കറ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൽ എക്സാമിനർ സൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് എക്സാം സെന്ററിലാണോ ഏത് സ്കൂളിലാണോ എക്സാം എഴുതിയത് അവിടെ പോയിട്ട് നിങ്ങൾ സൈൻ വാങ്ങേണ്ടി വരും. അപ്പോൾ ഹാൾ ടിക്കറ്റും അതിന്റെ ഒരു കോപ്പിയും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ റിസൾട്ട് വന്നപ്പോൾ ഉള്ള മാർക്ക് ലിസ്റ്റ്, അതിന്റെ റിസൾട്ട് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. റിസൾട്ടിന്റെ പ്രിന്റ് ഔട്ട്, ഓക്കെ അല്ലേ? അപ്പൊ ആദ്യം ഹാൾ ടിക്കറ്റ് വേണം, പിന്നെ നിങ്ങളുടെ റിസൾട്ടിന്റെ പ്രിന്റ് ഔട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. മറ്റൊന്ന് വേണ്ടത് നിങ്ങളുടെ SSLC ബുക്കാണ്. SSLC ബുക്ക് അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് നിങ്ങളുടെ പേരും ജനനതീയതിയും തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് SLC ബുക്ക് അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ്. അതിന്റെ ഒരു കോപ്പിയും നിങ്ങൾ എടുത്ത് വെക്കുക. അതുപോലെ തന്നെ വേണ്ടത് +2ന്റെ മാർക്ക് ലിസ്റ്റ് ആണ്. +2ന്റെ കോപ്പി, +2ന്റെ മാർക്ക് ലിസ്റ്റും അതുപോലെ തന്നെ +2ന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കാം. അതുപോലെ നിങ്ങൾ ഏത് ക്വാളിഫിക്കേഷൻ വെച്ചാണോ കേട്ടറ്റിന് അപേക്ഷിച്ചത് ആ ക്വാളിഫിക്കേഷന്റെ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ അതിന്റെ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡും നിങ്ങളുടെ കയ്യിൽ വേണം. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ BEd വെച്ചാണ് കൊടുത്തത് എങ്കിൽ BEdന്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ്, അതുപോലെ TTC വെച്ചാണ് കൊടുത്തത് DLEd ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്, കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ്. അതുപോലെ തന്നെ ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്, ഗ്രേഡ് കാർഡ്. ഇനി PG ആവശ്യമില്ല, PG ഉണ്ട് നിങ്ങൾക്ക് എങ്കിലും നിങ്ങൾ ഡിഗ്രി വെച്ചാണ് അപ്ലൈ ചെയ്തതെങ്കിൽ ഡിഗ്രി വരെയുള്ള സർട്ടിഫിക്കറ്റും കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡും മതി. അല്ല നിങ്ങൾ PG വെച്ചിട്ടാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് എങ്കിൽ PGയുടെ സർട്ടിഫിക്കറ്റും അതിന്റെ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡും നിങ്ങൾ കയ്യിൽ കരുതണം. അതുപോലെ ഈ എക്സാം എഴുതിയിട്ട് 82 മുതൽ 89 വരെ മാർക്ക് കിട്ടി പാസ്സായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ റിസർവേഷൻ കാറ്റഗറിയിലാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ല നിങ്ങൾ റിസർവേഷൻ കാറ്റഗറിയിലാണ് എങ്കിൽ കൂടെ നിങ്ങൾക്ക് 90 അതിൽ കൂടുതലോ മാർക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടില്ല. അപ്പോൾ 80 to 82 ആണ് നിങ്ങളുടെ 82 to 89 ആണ് നിങ്ങളുടെ മാർക്ക് എങ്കിൽ നിങ്ങൾ ആ സർട്ടിഫിക്കറ്റും കൂടെ, ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും കൂടെ നിങ്ങളുടെ കയ്യിൽ വെക്കേണ്ടതാണ്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 2ാം വർഷം പഠിക്കുമ്പോഴാണ് എക്സാം എഴുതിയത്, നിങ്ങൾക്കിപ്പോൾ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിന് 6 മാസത്തെ വാലിഡിറ്റി ഉണ്ട്. അപ്പം ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് വെരിഫിക്കേഷന് പോകാവുന്നതാണ്. അല്ല നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല എങ്കിൽ പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. പക്ഷേ നിങ്ങളുടെ വെരിഫിക്കേഷൻ പൂർത്തിയാകാൻ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതായിട്ട് വരും.
അതുപോലെ എങ്ങനെയാണ് വെരിഫിക്കേഷൻ പ്രക്രിയ എന്ന് നോക്കാം. അതിനു മുൻപ് ഒരു കാര്യം കൂടെ, നിങ്ങൾ വേറെ പുറത്ത് എവിടെയെങ്കിലുമാണ് പഠിച്ചത് എങ്കിൽ അതിന്റെ തുല്യതാ സർട്ടിഫിക്കറ്റ്, ഈക്വലൻസി സർട്ടിഫിക്കറ്റും കൂടെ കയ്യിൽ കരുതുക. കേരളത്തിന് പുറത്തുള്ള സർവകലാശാലകളിൽ നിന്നാണ് യോഗ്യത നേടിയിട്ടുള്ളത് എങ്കിൽ തുല്യതാ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുപോലെ വെരിഫിക്കേഷൻ പ്രക്രിയ എങ്ങനെയാണ് നോക്കാം. വെരിഫിക്കേഷൻ പ്രക്രിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡിഒയുടെ ഓഫീസിൽ അന്വേഷിച്ചാൽ എന്നാണ് ഡേറ്റ് എന്നറിയും. അതുപോലെ പത്രത്തിൽ വരും. അപ്പൊ ആ ഡേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് വെരിഫിക്കേഷന് പോകാം. ചിലപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അവര് നമുക്ക് ഒരു അപേക്ഷാ ഫോം തരും. ആ അപേക്ഷാ ഫോം പൂരിപ്പിച്ചതിന് ശേഷം ചിലപ്പോൾ ടോക്കൺ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പൊ നിങ്ങളുടെ അവസരം വരുമ്പോൾ, ടോക്കൺ വരുമ്പോൾ നമ്മളെ ഉള്ളിൽ കയറ്റി ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വെച്ച് വെരിഫൈ ചെയ്യും. എന്നിട്ട് കോപ്പി നിങ്ങളുടെ കയ്യിൽ വേണം. നിങ്ങൾ ഒരു എക്സാം ആണ് ക്വാളിഫൈ ചെയ്തത് എങ്കിൽ എല്ലാത്തിന്റെയും ഓരോ കോപ്പി നിങ്ങളുടെ കയ്യിൽ വേണം. അല്ല 2ഉം 3ഉം അങ്ങനെ 2 എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുള്ളവർ അതിന്റെ എല്ലാം 2 കോപ്പി നിങ്ങളുടെ കയ്യിൽ കരുതുക. അപ്പം കോപ്പി അവരെ സ്വീകരിച്ച ശേഷം ഒറിജിനൽ നമുക്ക് തിരിച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, ജനനത്തീയതി, ഫോട്ടോ ഇതിൽ ഏതെങ്കിലുമൊക്കെ തിരുത്തലുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ വെരിഫിക്കേഷൻ സമയത്ത് അത് ഉദ്യോഗസ്ഥരെ അറിയിച്ച് പരീക്ഷാ ഭവൻ നിർദ്ദേശിക്കുന്ന ചലാൻ സഹിതം അപേക്ഷ നൽകേണ്ടി വരും. അതുപോലെ തന്നെ ഇനി സർട്ടിഫിക്കറ്റിന്റെ വിതരണം എങ്ങനെയാണെന്ന് നോക്കാം. വെരിഫിക്കേഷൻ വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞാൽ 3 മുതൽ 6 മാസത്തിനകം ഒറിജിനൽ കേട്ടറ്റ് സർട്ടിഫിക്കറ്റുകൾ പരീക്ഷാ ഭവനിൽ നിന്ന് അതത് ഡിഒ ഓഫീസുകളിൽ എത്തിക്കും. അപ്പൊ നമുക്ക് അത് ഡിഒ ഓഫീസിൽ അന്വേഷിച്ചാൽ, അല്ലെങ്കിൽ പത്രം മുഖേന, അല്ലെങ്കിൽ ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്നാണ് ആ ഡേറ്റ്, സർട്ടിഫിക്കറ്റ് എന്നാണ് വിതരണം ചെയ്യുന്നത് എന്നറിയാൻ പറ്റും. അപ്പോൾ അന്ന് നമ്മൾ നേരിട്ട് തന്നെ പോയി ഇത് കൈപ്പറ്റേണ്ടതാണ്. പോസ്റ്റൽ മുഖേന ഒന്നും ഇത് അയക്കുന്നതല്ല. അപ്പൊ നമ്മൾ നേരിട്ട് ഡിഒ ഓഫീസിൽ പോയിട്ട് തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് കൈപ്പറ്റാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കേട്ടറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അത് ഒരു ആജീവനാന്ത കാലാവധി ഉള്ളതാണ്, ലൈഫ് ടൈം വാലിഡിറ്റി ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വെക്കുക, നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാവുന്നതാണ്. അപ്പൊ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.